എല്ലാവർക്കും മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ 7th സെമസ്റ്റർ BSc നഴ്സിംഗ് പഠിക്കാൻ തുടങ്ങുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓൾറെഡി നിങ്ങളുടെ 6th സെമസ്റ്ററിന്റെ എക്സാം കഴിഞ്ഞു. ഇതുവരെ നഴ്സിംഗ് പഠിച്ചു തുടങ്ങി കഴിഞ്ഞ 6th സെമസ്റ്ററിലാണ് നിങ്ങൾ 3 എക്സാം, അതായത് 3 ദിവസത്തെ എക്സാം ആദ്യമായിട്ട് അപ്പിയർ ചെയ്യുന്നത്. സോ കഴിഞ്ഞ എക്സാം എല്ലാ യൂണിവേഴ്സിറ്റികളിലും, കേരള യൂണിവേഴ്സിറ്റി ആയാലും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ആയാലും NTR MGR എല്ലാം തന്നെ വളരെ ഈസി ആയിട്ടുള്ള, വളരെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം അടങ്ങിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരുന്നു എല്ലാ കുട്ടികൾക്കും കിട്ടിയത്. അതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ കോഴ്സിലുണ്ടായിരുന്ന കുട്ടികളെല്ലാവരും നല്ല റിവ്യൂസ് എന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ കൊടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൽ നിന്ന് തന്നെയാണ് എല്ലാ ക്വസ്റ്റ്യൻസ്, ഏകദേശം essay ക്വസ്റ്റ്യൻസ്, 5 മാർക്ക് ക്വസ്റ്റ്യൻസ്, 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ കിട്ടിയിരിക്കുന്നത്. ഈവൻ പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകളിൽ MCQ പോലും നമ്മൾ കൊടുത്ത മോക്ക് ടെസ്റ്റുകളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. അതും കുട്ടികൾക്ക് കുറച്ചുകൂടെ ഒന്ന് കോൺഫിഡൻസ്, ഈ ഒരു പ്രാക്ടീസ് ടെസ്റ്റും കൊടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചതുകൊണ്ട് അവർക്ക് എക്സാമിന് കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റി എന്ന് പല കുട്ടികളും റിവ്യൂസ് പറഞ്ഞു. വളരെ സന്തോഷമുണ്ട്. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ട്, നന്നായിട്ട് എക്സാം എഴുതുന്നുണ്ട്, സപ്ലി ഒന്നും വരാതെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു സെമസ്റ്റർ കൂടെ തിയറി എക്സാം ബാക്കിയുണ്ട്, അതായത് നമ്മുടെ 7th സെമസ്റ്റർ. മറ്റൊരു കാര്യം, 7th സെമസ്റ്ററിൻ്റെ ഒരു പ്രത്യേകത, നിങ്ങൾ 6th സെമസ്റ്റർ വരെയുള്ള എല്ലാ സബ്ജക്ട്സും ക്ലിയർ ചെയ്താൽ മാത്രമേ 7th സെമസ്റ്റർ നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന ഒരു INC-യുടെ റൂൾ എന്ന് പറയുന്നത്. പക്ഷേ പല റൂളുകളും, INC-യുടെ പല റൂളുകളും പല യൂണിവേഴ്സിറ്റികളും ചിലതൊക്കെ കംപ്ലീറ്റ്ലി ഫോളോ ചെയ്യുന്നില്ല. കാരണം 5th സെമസ്റ്ററിൻ്റെ എക്സാമിൻ്റെ സമയത്ത് ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ ചില യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് 7th സെമസ്റ്റർ വരുമ്പോൾ എങ്ങനെയായിരിക്കും, അതിപ്പോൾ സപ്ലി ഉള്ളവരെ അറ്റംപ്റ്റ് ചെയ്യാൻ അനുവദിക്കുമോ, അതോ എല്ലാ സബ്ജക്ട്സും ക്ലിയർ ചെയ്താൽ മാത്രമാണോ അനുവദിക്കുന്നത് എന്നുള്ളതൊക്കെ സ്റ്റിൽ കൺഫ്യൂഷനിലാണ്. സോ എന്തായാലും നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചുകൊള്ളുക. സോ ഇതിനു മുന്നേ ഉള്ള 6th സെമസ്റ്റർ വരെയുള്ള ഏതെങ്കിലും സബ്ജക്റ്റ് നിങ്ങൾക്ക് സപ്ലി എക്സാം ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അത് എത്രയും പെട്ടെന്ന് എഴുതി പാസ്സാകണം. ഇനി നമുക്ക് 7th സെമസ്റ്ററിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ ഇതുവരെയുള്ള നിങ്ങൾക്ക് ഇനി എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നുള്ള എക്സ്പ്ലനേഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഓൾറെഡി ഒരു 80% നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയവരാണ് നിങ്ങൾ. ഇനി ഒരു 20% മാത്രമാണുള്ളത്, അതായത് 7th സെമസ്റ്ററും 8th സെമസ്റ്ററും. 8th സെമസ്റ്റർ എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾക്ക് തിയറി എക്സാംസ് അല്ല, പ്രാക്ടിക്കൽസ് ആണ്. കാരണം അവിടെ ഇൻറ്റേൺഷിപ്പാണ് 8th സെമസ്റ്റർ എന്ന് പറയുന്നത്. 6 മാസത്തെ നിങ്ങൾ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ് അവിടെ നേടേണ്ടത്. ഇനി 7th സെമസ്റ്റർ എന്ന് പറയുമ്പോൾ എത്ര സബ്ജക്ട്സ് ആണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഓൾറെഡി നിങ്ങളെല്ലാവരും സിലബസ് ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഇതുവരെ ഒരു ഐഡിയ ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നത്. അതുകൂടാതെ നിങ്ങൾക്കറിയാം, 1st സെമസ്റ്റർ മുതൽ 7th സെമസ്റ്റർ വരെയുള്ള BSc നഴ്സിംഗ് സ്റ്റുഡൻസിന് ഞങ്ങൾ ട്യൂഷൻ കൊടുത്തു വരുന്നുണ്ട്. അതായത് ഡീറ്റെയിൽ ആയിട്ട് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത, ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ച് മലയാളത്തിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത ക്ലാസ്സുകളും അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സുകളും ഓരോ ചാപ്റ്ററിൻ്റെയും എക്സാമിന് മെയിനായിട്ട് പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും MCQസിൻ്റെ പ്രാക്ടീസ് ടെസ്റ്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അടങ്ങിയ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ 6th സെം വരെ ആയിരുന്നു ഞങ്ങൾ ഇതുവരെ കൊടുത്തത്. ഇപ്പോൾ പുതിയ ബാച്ച് 7th സെമസ്റ്ററിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഞാൻ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ അതിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് എന്താണ് 7th സെമസ്റ്റർ, അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് ഇവിടെ വരുന്നത്, എത്ര മാർക്കിനാണ് എക്സാം വരുന്നത്, എത്രത്തോളം കണ്ടന്റ് ഇവിടെ പഠിക്കാനുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ഏതിലോട്ടായിരിക്കണം പോകേണ്ടത്? സിലബസിലാണ്. ഏതൊരു കുട്ടിയോട്, ഏതൊരു നഴ്സിംഗ് സ്റ്റുഡൻസിനോട് ഞാൻ ആദ്യം പറയുന്നത് അവരുടെ കയ്യിൽ സിലബസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ പഠനം തുടങ്ങുന്നതിന് മുന്നേ, ഏത് സെമസ്റ്റർ ആയാലും പഠനം തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ എന്താണോ പഠിക്കാൻ പോകുന്നത് അതിൻ്റെ സിലബസ് നിങ്ങളുടെ കയ്യിൽ ഹാർഡ് കോപ്പി, ഫോണിലല്ല, ഹാർഡ് കോപ്പി, പ്രിൻ്റഡ് കോപ്പി തന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു സീരിയസ് ആയിട്ടുള്ള, ഒരു ഉറപ്പായ, ഒരു എന്താ പറയുക, ഉറച്ച വിശ്വാസത്തോടു കൂടിയുള്ള ഒരു പഠനം നമുക്കവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ 7th സെമസ്റ്ററിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ അങ്ങോട്ടുള്ള നഴ്സിംഗ് കരിയറിൽ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. കാരണം 1st സെമസ്റ്റർ 2nd സെമസ്റ്റർ ഒക്കെ നിങ്ങൾ മാർക്കുകൾ കുറവാണ് വാങ്ങിയതെങ്കിൽ പോലും നിങ്ങൾ 7th സെമസ്റ്ററിൽ നല്ല മാർക്ക് വാങ്ങുമ്പോൾ ഗ്രാജുവലി മാർക്ക് ഹൈ ആയിരിക്കുന്നു എന്നുള്ള ഒരു
ഇംപ്രഷൻ അവിടെ ഉണ്ടാകും. അതായത് ഫ്യൂച്ചറിൽ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഹോസ്പിറ്റലുകളിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇന്റർനാഷണൽ എക്സാംസോ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവർ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സും അതിന്റെ മാർക്സും ഒക്കെ ചെക്ക് ചെയ്യും. അപ്പോൾ സപ്ലിയുള്ള കുട്ടികളൊക്കെ വിചാരിക്കും അയ്യോ ഞങ്ങൾക്കപ്പം ജോലി കിട്ടത്തില്ലേന്ന്. അങ്ങനെയല്ല, എല്ലാവർക്കും ജോലി കിട്ടും. ബട്ട് സ്റ്റിൽ ഒരു 100 മെമ്പേഴ്സ് വരുന്നതിൽ കൂടുതൽ ഇംപ്രഷൻ ആർക്ക് ഉണ്ടാക്കാൻ പറ്റും? ഒരു സപ്ലിയും ഇല്ലാതെ എല്ലാത്തിലും നല്ല മാർക്ക് വായിച്ച കുട്ടികൾക്ക് കുറച്ചുകൂടി ഇംപ്രഷൻ അവിടെ ഉണ്ടാക്കാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ 7th സെമസ്റ്ററിൽ നല്ല മാർക്ക് വാങ്ങുക എന്നുള്ളത്. അപ്പം എങ്ങനെ നമുക്ക് ഈ ഒരു 7th സെമസ്റ്ററിൽ മികച്ച മാർക്ക് വാങ്ങാം? അതിന് നിങ്ങൾ പഠിക്കേണ്ട സബ്ജക്ട്സിനെ കുറിച്ച് ആദ്യം നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാകണം. നിങ്ങൾ ഇതുവരെ പഠിച്ചത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പല കുട്ടികളുടെ ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് എക്സാം ഡേറ്റ് വന്നു കഴിയുമ്പോഴാണ് അവർ സബ്ജക്ട്സ് ഏതൊക്കെ സബ്ജക്ട്സ് എക്സാമിനുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്ട്സിന് എക്സാം ഉണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ ബുക്കുകളാണ് നമ്മൾ പഠിക്കേണ്ടത്, എത്ര മാർക്കിനാണ് എക്സാം എന്നൊക്കെ അന്വേഷിക്കുന്നത്. സോ അതൊരു ശരിയായ രീതി അല്ല. നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോഴേ ഈ ഒരു പഠനം സ്റ്റാർട്ട് ചെയ്യാം. പല യൂണിവേഴ്സിറ്റി KUHS ഓൾറെഡി ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു. കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും എന്തൊക്കെ സബ്ജക്ട്സ് ആണുള്ളതെന്ന്. ഒന്നാമത്തെ എക്സാം എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് 2 ആണ്. അതായത് നമ്മൾ 5th സെമസ്റ്ററിൽ 5ാമത്തെ സെമസ്റ്ററിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് 1 വളരെ വാസ്റ്റ് ആയിട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു. ഒരുപാട് കണ്ടന്റ് നമ്മൾ അവിടെ പഠിച്ചു. 75 മാർക്കിന്റെ എക്സാം അവിടെ എഴുതി. അതുപോലെ അതിന്റെ സെക്കൻഡ് പാർട്ട് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് 2 എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്. ഇതും ഈ ഒരു സബ്ജക്റ്റ് മാത്രമായിട്ട് സിംഗിൾ സബ്ജക്റ്റ് ആയിട്ട് 75 മാർക്കിന്റെ എക്സാം നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇവിടെയും ഒട്ടനവധി ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ, ഏകദേശം ഒരു 12 യൂണിറ്റ് അവിടെ വരുന്നുണ്ട്. 12 യൂണിറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു 12 യൂണിറ്റിന് അത് ഒരുപാട് കണ്ടൻസ് ആണ് പഠിക്കാനുള്ളത്, ഒരുപാട് വായിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പുതിയ ഒരു ടൈപ്പാണ് ഈ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് 2ൽ വരുന്നത്. അത് ഒന്നാമത്തെ സബ്ജക്റ്റ്. ഇനി രണ്ടാമതൊരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ 6th സെമസ്റ്ററിൽ നിങ്ങൾ ഗൈനക്കോളജി ആൻഡ് ഒബ്സ്റ്റട്രിക്സിന്റെ ഫസ്റ്റ് പാർട്ട്, അതായത് ഗൈനക്കോളജിയുടെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ട്. അവിടെ പക്ഷേ നിങ്ങൾ എക്സാം എഴുതിയില്ല. അതിന്റെ സെക്കൻഡ് പാർട്ട് ഗൈനക്കോളജി ആൻഡ് ഒബ്സ്റ്റട്രിക്സ് അല്ലെങ്കിൽ ഒബ്സ്റ്റട്രിക്കൽ നഴ്സിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നിങ്ങൾ സെക്കൻഡ് പാർട്ട് ഇവിടെ 7th സെമസ്റ്ററിൽ പഠിക്കുകയാണ്. സോ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ആണ് നിങ്ങൾക്ക് 7th സെമസ്റ്ററിന്റെ രണ്ടാമത്തെ പേപ്പർ എന്ന് പറയുന്നത്. അത് രണ്ടാമത്തെ ദിവസത്തെ എക്സാം, അതും 75 മാർക്കിനാണ് വരുന്നത്. പക്ഷേ ഇത് സെപ്പറേറ്റ് അല്ല, ഒരുമിച്ച് തന്നെയാണ്. അതായത് ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് എക്സാം നിങ്ങൾ എഴുതിയതുപോലെ ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് 1 സെപ്പറേറ്റ് പഠിച്ചു, 2 സെപ്പറേറ്റ് പഠിച്ചു. പക്ഷെ നിങ്ങൾക്ക് അത് എയും ബിയും പാർട്ടായിട്ടല്ല ക്വസ്റ്റ്യൻ വരുന്നത്. പകരം രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് തന്നെ 13 ക്വസ്റ്റ്യൻസ് ഓൺവേർഡ്, പിന്നെ 2 ക്വസ്റ്റ്യൻസ് എസ്സേ, അങ്ങനെ ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് തന്നെയാണ് വരിക. അതുപോലെ തന്നെ ഇവിടെയും ഗൈനക്കോളജി ഒബ്സ്റ്റട്രിക്സ് എന്ന് പറയുന്നത് സിംഗിൾ സബ്ജക്ട് തന്നെയാണ്, 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. അതാണ് രണ്ടാമത്തെ എക്സാം. ഇനി മൂന്നാമത് ഒരു പേപ്പർ കൂടെ ഉണ്ട്, റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതായത് നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത ഒരു പുതിയ സബ്ജക്റ്റ്. നിങ്ങൾ റിസർച്ചുകൾ ചെയ്യേണ്ടി വരും. റിസർച്ച് സാമ്പിൾ സ്റ്റഡീസ് ഒക്കെ എടുത്ത് റിസർച്ചുകൾ ചെയ്യണം BScയിൽ. അപ്പോൾ അതിൻ്റെ അത്ര വലിയൊരു റിസർച്ച് വർക്കൊന്നും അല്ലെങ്കിലും നിങ്ങൾ റിസർച്ച് നിങ്ങൾ എഴുതി സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതിനോടൊപ്പം അപ്പോൾ എന്താണ് റിസർച്ച്, അതിൻ്റെ സ്റ്റെപ്സുകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, അതിലുപയോഗിക്കുന്ന അനാലിസിസ് നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ ഓരോ സ്റ്റെപ്സും വിശദീകരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. റിസർച്ച് എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് റിസർച്ച്. നഴ്സിംഗിൽ റിസർച്ച് എന്താണ്, അതിലുപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്തൊക്കെയാണ്, കുറച്ച് കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കുറച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് മാത്സ് വരുന്നുണ്ട്. അപ്പോൾ സിമ്പിളാന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ 1ാം ക്ലാസ്സും 2ാം ക്ലാസ്സിൽ പഠിച്ച മാത്സ് എന്നല്ല അർത്ഥം. നമുക്ക് മനസ്സിലാക്കി എടുത്താൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മാത്സ് ആണ് അതിനകത്ത് വരുന്നത്. പക്ഷേ കുറച്ചധികം കാര്യങ്ങൾ അതിനകത്ത് പഠിക്കാനുണ്ട്. അതിൻ്റെ ഒരു റിസർച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുവരെ നിങ്ങൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് ഓൾറെഡി ഫസ്റ്റ് പാർട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് എന്താ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവും. എന്നാൽ അതുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് ഇവിടെ. പിന്നെ നമ്മൾ ഗൈനക്കോളജി പഠിച്ചിട്ടില്ലെങ്കിലും മെയിലും ഫീമെയിലും റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, അതിൻ്റെ അനാട്ടമിയും ഫിസിയോളജിയും അല്ലെങ്കിൽ അതിൻ്റെ ഡിസോർഡേഴ്സും നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ ഡിസോർഡേഴ്സ് നമ്മളവിടെ അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗിൽ അനാട്ടമിയും ഫിസിയോളജിയിലും ഒക്കെ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. സോ അത് കോറിലേറ്റ് ചെയ്ത് ഒരുപാട് ഡീറ്റെയിൽ പ്രഗ്നൻസിയും പിന്നെ അതിൻ്റെ അബോർഷനും പിന്നെ പ്രഗ്നൻസിയിലുണ്ടാകുന്ന ഡിസോർഡേഴ്സ്, അതിൻ്റെ കെയർ, ഫിസിയോളജിക്കൽ ചേഞ്ചസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഗൈനക്കോളജി ആൻഡ് ഒബ്സ്റ്റട്രിക്കൽ നഴ്സിംഗിൽ പഠിക്കാനുണ്ട്. അത് കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. അത് എക്സാമ്പിൾ എനിക്ക് ഏകദേശം തോന്നുന്നത് നമ്മുടെ ഗൈനക്കോളജിയുടെ 1ൽ തന്നെ 7 ചാപ്റ്ററുകളുണ്ട്,
2-ൽ വരുമ്പോൾ വീണ്ടും 5 ചാപ്റ്റർ ഉണ്ട്. ടോട്ടലി 12 ചാപ്റ്റർ അവിടെയും വരുന്നുണ്ട്. സോ ഈ 12 ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിങ്ങിനേക്കാൾ ഒരുപാട് കണ്ടന്റ് വരുന്നുണ്ട്. നെക്സ്റ്റ് അതുപോലെ റിസർച്ച് ഞാൻ പറഞ്ഞു, റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്കത് ടോട്ടലി 8 ചാപ്റ്ററുകളാണ് വരുന്നത്. റിസർച്ചിൻ്റെ ഓരോ സ്റ്റെപ്പും ഈ ഓരോ ചാപ്റ്ററുകളിലായിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഓരോ ചാപ്റ്റർ പഠിപ്പിക്കുമ്പോഴും നിങ്ങൾക്ക് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങളൊരു റിസർച്ചിൻ്റെ ഓരോ സ്റ്റെപ്സ് ചെയ്യാൻ തയ്യാറായിരിക്കും. അത് എങ്ങനെയാണ് റിസർച്ച് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളാണ് അതിൽ പഠിപ്പിക്കുന്നത്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ 3 പേപ്പറാണ് നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നത്. അപ്പോൾ ഈ 3-നെ കുറിച്ച് നിങ്ങൾക്ക് ഐഡിയ കിട്ടിക്കാണും. ഇനി ഞാനൊന്ന് ജസ്റ്റ് സിലബസ് ഒന്ന് കാണിക്കാം, ഒന്ന് കണ്ട് മനസ്സിലാക്കുക. അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. ഇവിടെ നോക്കൂ, 7ാമത്തെ സെമസ്റ്ററാണ് സിലബസിൽ. ഇപ്പോൾ ഈ സിലബസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റിയിലും സെയിം സിലബസ് തന്നെയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണത്. അതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലനേഷനോട്ടൊന്നും പോകുന്നില്ല. 7th ഫസ്റ്റ് നമ്മുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിൻ്റെ സിലബസ് ആണിത്. ഓരോ യൂണിറ്റ് തന്നെ ഒരുപാട് കണ്ടീഷൻസ് നമുക്കിവിടെ പഠിക്കും. ഇത്രയും വരെ ഒരു യൂണിറ്റ് ആണ്, ഒരുപാട് കണ്ടീഷൻസ് നമുക്കിവിടെ പഠിക്കാനുണ്ട്. അങ്ങനെയുള്ള 12 യൂണിറ്റുകളാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിൽ വരുന്നത്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ ഗൈനക്കോളജി ആൻഡ് ഒബ്സ്റ്ററ്റിക്സ് പഠിക്കുന്നത് പോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലും അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ജീറിയാട്രിക് കെയർ വരുന്നുണ്ട്. അങ്ങനെ സ്പെഷ്യാലിറ്റിയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് നമുക്കിവിടെ പഠിക്കാനുള്ള. ഒക്യുപേഷണൽ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ്, മീൻസ് ഹെൽത്ത് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം, പിന്നെ ഡെലിവറി ഓഫ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സർവീസസിനെ കുറിച്ച്, ലീഡർഷിപ്പ്, അങ്ങനെ കുറേ കാര്യങ്ങൾ, നമുക്ക് ഒട്ടനവധി കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. സോ എന്ത് തന്നെ ആയാലും ഈ സിലബസിൻ്റെ കോപ്പി നിങ്ങളുടെ കയ്യിൽ എടുത്തു വയ്ക്കാം. ഓക്കെ, ഇനി 2ാമത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗൈനക്കോളജി ആൻഡ് ഒബ്സ്റ്ററ്റിക്സ് ആണ്. ആ ഗൈനക്കോളജി ആൻഡ് ഒബ്സ്റ്ററ്റിക്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഭാഗം, നിങ്ങളെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇവിടെ വരുന്നത്. ഇനി 3ാമത്തെ സബ്ജക്ട് എന്ന് പറയുന്നത് റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. റിസർച്ചും ആദ്യത്തെ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ പഠിക്കും. അതിനുശേഷം റിസർച്ചിന്റെ ഓരോ സ്റ്റെപ്സുകളായിട്ട് ഓരോ ചാപ്റ്ററിലായിട്ട് പഠിക്കുന്നു. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ബട്ട് ചില കുട്ടികളാണെങ്കിൽ ഭയങ്കര ടഫാണ് റിസർച്ച് എന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെയല്ല, റിസർച്ച് നിങ്ങൾ ഇൻട്രസ്റ്റോട് കൂടി പഠിച്ചാൽ അത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അത്രയും സിമ്പിളായിട്ടുള്ള രീതിയിലാണ് കുട്ടികൾക്ക് അത് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. പല കുട്ടികളും ആ ഒരു ക്ലാസ് കേൾക്കുമ്പോൾ അത്രയും ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ച കാര്യങ്ങൾ ഇത്ര ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞ് അഭിപ്രായം പറയാറുണ്ട്. അത് ക്ലാസ് കണ്ടിട്ടുള്ളവർക്ക് നിങ്ങൾക്കറിയാം. ചില ഫ്രീ ക്ലാസ്സസ്, റിസർച്ചിൻ്റെ ചില ഫ്രീ ക്ലാസ്സസ് നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. ഈവൻ നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ പോലും അതൊക്കെ നിങ്ങൾക്ക് കണ്ട് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ ഞാൻ ഓൾറെഡി പറഞ്ഞ മിഡ് വൈഫറിയുടെ സെക്കൻഡ് പാർട്ടും 6th സെമ്മിലുള്ള ഫസ്റ്റ് പാർട്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു സബ്ജക്റ്റ്. ഇനി അടുത്ത് നമുക്ക് നമ്മുടെ കോഴ്സിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇത്രയും കണ്ടന്റ് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതല്ല. നിങ്ങൾക്ക് കോളേജിൽ, എല്ലാ കോളേജസിലും, ഒരു കോളേജ് മാത്രമല്ല എല്ലാ കോളേജിലും റൈറ്റിംഗ് വർക്ക്സ് ഉണ്ട്, ഒരുപാട് കേസ് സ്റ്റഡീസും കെയർ പ്ലാൻസും വെക്കാനുണ്ട്. ഈ പോസ്റ്റിങ്ങുകൾക്ക് 2 പോസ്റ്റിംഗ് ഉണ്ട്, ഒബ്സ്റ്ററ്റിക്സിൻ്റെ പോസ്റ്റിംഗ് ഉണ്ട്, ഒപ്പം തന്നെ നമുക്ക് കമ്മ്യൂണിറ്റിയുടെയും പോസ്റ്റിങ്സ് ഉണ്ട്. അതെല്ലാം കംപ്ലീറ്റ് ചെയ്യണം. ഇത് കൂടാതെ ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് പഠിക്കണം. ഇറ്റ്സ് എ ബിഗ് ടാസ്ക്. ഐ എം എഗ്രീയിങ് വിത്ത് ദാറ്റ്. ഓക്കെ, അത് ഞാൻ യോജിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് സ്വയം ഇത് പഠിച്ചെടുക്കാൻ പറ്റും. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് വേണം, അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സ് വേണം, ഓരോ ചാപ്റ്ററിൽ മെയിനായിട്ട് നമ്മൾ ഫൈനൽ എക്സാമിന് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് വേണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സസ് വേണമെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇന്ന് തന്നെ നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യാം. 6 മാസം വാലിഡിറ്റിയോടുകൂടി. അതായത് നിങ്ങൾ എന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും വളരെ ചെറിയൊരു എമൗണ്ട് ആയിട്ടുള്ളൊരു ഫീസാണ് ഞങ്ങൾ ചാർജ് ചെയ്യുന്നത്. അത് നിങ്ങൾ പേ ചെയ്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നു മുതൽ തുടങ്ങുന്ന ഈ കോഴ്സിലെ എല്ലാ ക്ലാസ്സസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതായത് നിങ്ങളുടെ 100% സിലബസും ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റ് ബുക്കുകൾ ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന, മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന ക്ലാസ്സുകളും, ഒപ്പം ഈ ക്ലാസ്സുകൾക്കൊപ്പം അതിൻ്റെ ഷോർട്ട് നോട്ട്സിൻ്റെ വായിക്കാനുള്ള ഷോർട്ട് നോട്ട്സും അതിൻ്റെ വീഡിയോസും, പിന്നെ ഓരോ ചാപ്റ്ററിലും നിങ്ങൾക്ക് കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും, അത് കൂടാതെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് അത് സെപ്പറേറ്റ് ആയിട്ട് ലിസ്റ്റ് ആക്കി തരികയും ചെയ്യും. ഇനി ഇത് കൂടാതെ നിങ്ങളുടെ എക്സാം അടുപ്പിച്ച് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോക്ക് ടെസ്റ്റ്, പിന്നെ ഇത് കൂടാതെ എന്ത് ചെയ്യും, നിങ്ങളുടെ ഡൗട്ട്സ്, എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഡൗട്ട്സുകൾ ഉണ്ടാകാം. ആ ഡൗട്ട്സുകൾ എന്നാണോ കോഴ്സിന് ചേരുന്ന അന്ന് മുതൽ എക്സാം വരെയും നിങ്ങളുടെ ഡൗട്ട്സും ക്ലിയർ ചെയ്യാം. നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട്സും നിങ്ങൾക്ക് ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ നിങ്ങളുടെ എക്സാം അടുപ്പിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് എക്സാം ഈസി ആയിട്ട്, ധൈര്യമായിട്ട്, കോൺഫിഡൻ്റ് ആയിട്ട് എങ്ങനെ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാം, അതിന് വേണ്ട ടിപ്സും പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻറ്റൻസീവ് ആയിട്ടുള്ള
ഓൺലൈൻ ട്യൂഷനാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഒരു കുട്ടിക്ക് പഠിക്കാൻ വേണ്ട എല്ലാ കണ്ടന്റും ഞങ്ങൾ കൊടുക്കും. തരുന്ന ക്ലാസ്സുകൾ കേട്ട് പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കാരണം നിങ്ങൾ ആരും കിൻഡർ ഗാർഡൻ ചിൽഡ്രൻ അല്ല, ഹൈസ്കൂൾ പഠിക്കുന്ന കുട്ടികളല്ല, നിങ്ങളെല്ലാം പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന മെച്യൂർ ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. സോ നിങ്ങൾക്കറിയാം നിങ്ങളുടെ സ്റ്റേജ് ഇപ്പോൾ എന്താണ്, നിങ്ങൾ എത്രത്തോളം ഉത്തരവാദിത്വത്തോടു കൂടി പഠിക്കണം, ഇതെല്ലാം നിങ്ങൾക്കറിയാം. പഠിക്കേണ്ട എല്ലാ മെറ്റീരിയൽസും ഞങ്ങൾ തരുന്നതായിരിക്കും. സോ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ, അതായത് നമ്മുടെ ഓഫീസിലെ നമ്പറാണ് 8891279227 എന്നുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വാട്സപ്പ് ചെയ്താൽ ഡീറ്റെയിൽസ് അയച്ചു തരും. കോഴ്സിന് ഇന്ന് തന്നെ നിങ്ങൾ എന്ന് ജോയിൻ ചെയ്താലും സിമ്പിളായിട്ടുള്ള ഈ ഒരു ഫീസ് തന്നെ ഉള്ളൂ. കുറയ്ക്കുകയുമില്ല, കൂട്ടുകയുമില്ല. സോ നിങ്ങൾ എത്രയും പെട്ടെന്ന് കോഴ്സിന് ജോയിൻ ചെയ്യുക. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ കേട്ട് പഠിക്കാം. ഒരു ആവറേജ് 150 പരം ക്ലാസ്സുകളാണ്. 150 പരം ക്ലാസ്സുകൾ നിങ്ങൾ ഈ 3 സബ്ജക്റ്റും കൂടി ഞാൻ എടുക്കുന്നതായിരിക്കും. വളരെ ഷോർട്ടായിട്ടുള്ള ക്ലാസ്സുകളല്ല, ക്ലാസ്സുകളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത ക്ലാസ്സുകളായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ ക്ലാസ്സിന് ജോയിൻ ചെയ്താലും ഇല്ലെങ്കിലും പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് നിങ്ങൾ നിറവേറ്റുക തന്നെ വേണം. സോ ആദ്യം സിലബസിൻ്റെ കോപ്പി എടുക്കുന്നു, മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക. നിങ്ങളുടെ പ്ലാൻ പ്രകാരം ഈ ഒരു ലേൺ നഴ്സിംഗിന്റെ കോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യുന്നോ അതോ സ്വയം പഠിക്കുന്നോ എന്നുള്ളത് ഫിക്സ് ചെയ്യുക. അതിൽ ശ്രദ്ധിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് തുടർന്ന് നന്നായിട്ട് പഠിക്കുക. സോ കാരണം ഈ ഒരു 7th സെമസ്റ്റർ കഴിയുന്നതോടുകൂടി നിങ്ങളൊരു നേഴ്സായി, ഒരു ഫുള്ളി നേഴ്സായിട്ട് മാറുകയാണ്. നിങ്ങളെ പ്രതീക്ഷിച്ച് വിശ്വസിച്ച് ഒരുപാട് പേഷ്യൻസ് ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്. അവരെല്ലാം കെയർ കൊടുക്കാൻ നിങ്ങൾ പ്രാപ്തരായിരിക്കണം. അപ്പോൾ അതിനുള്ള കഴിവ് കിട്ടുന്നത് ഈ തിയററ്റിക്കൽ നോളജിലും കൂടി ആണ്. പ്രാക്ടിക്കൽ നോളജ് മാത്രം പോരാ, അതിന് ബേസ് ആയിട്ട് തിയറി നോളജ് വേണം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.